PHSS വരവൂർ, GVHSS ദേശമംഗലം എന്നിവിടങ്ങളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. വരവൂർ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്ന പരിപാടിയിൽ ചേലക്കര MLA UR പ്രദീപ് സല്യൂട്ട് സ്വീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ P സാബിറ, വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത, വരവൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK ബാബു, PTA പ്രസിഡന്റുമാരായ VG സുനിൽ, ദിലീപ്, വാർഡ് മെമ്പർ സേതുമാധവൻ, ചെറുതുരുത്തി SHO A അനന്തകൃഷ്ണൻ, സബ് ഇൻസ്പെക്ടർ AR നിഖിൽ, പ്രധാന അധ്യാപകർ, PTA ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. പരേഡ് കമാൻഡർ VK വൈഷ്ണവി, സെക്കൻഡ് കമാൻഡർ മുഹമ്മദ് റയാൻ, മറ്റ് കമാൻഡർമാരായ ആതിര M മനോജ്, PM നിതിൻ, DK അഭിജിത്ത്, NS അനഘ എന്നിവർക്ക് ട്രോഫി വിതരണം ചെയ്തു. ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ ജയശ്രീ, ഡിജോ വാഴപ്പള്ളി, TP പ്രസാദ്, ശ്രുതി എന്നിവരെ മൊമെന്റോ നൽകി ആദരിച്ചു. പരേഡ് പരിശീലനത്തിന് നേതൃത്വം നൽകിയ സബ് ഇൻസ്പെക്ടർ AR നിഖിലിന് പ്രത്യേക പുരസ്കാരം നൽകി. സെക്കൻഡ് ഇൻ കമാൻഡറുമാണ് ഇപ്പോൾ ആദരണീയനായ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ കേഡറ്റ് കുമാരി ആതിര M മനോജ് നയിക്കുന്ന ഒന്നാമത്തെ പ്ലട്ടൂണാണ് വിശിഷ്ടാതിഥിക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ദേശമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ കേഡറ്റ് മാസ്റ്റർ അഭിജിത്ത് KD നയിക്കുന്ന 2ാം നമ്പർ പ്ലട്ടൂണാണ് ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 6 മണിക്ക് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ പ്രാക്ടീസുമായി ബന്ധപ്പെട്ട് നേരത്തെ വന്ന് കുറേ നേരമായി ഇത് നിൽക്കുന്നു. വെയിലിൻ്റെ ചൂടായാലും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചുരുക്കുകയാണ്. ഏറ്റവും രസം തോന്നി നിങ്ങളുടെ ഈ പരേഡ് കണ്ടപ്പോൾ. ഡൽഹിയിലെ പരേഡ് ഗ്രൗണ്ടിലാണോ നമ്മൾ നിൽക്കുന്നത് എന്ന് വരെ തോന്നിപ്പോവും. വളരെ അച്ചടക്കത്തോടു കൂടി രസകരമായി നിങ്ങൾ അവതരിപ്പിച്ച അല്ലെങ്കിൽ നടത്തിയ ഈ പരേഡ് ഏറ്റവും അധികം അഭിമാനവും തോന്നുന്നു. 2016 MLA ആയി വന്ന ശേഷം അന്ന് ഈ മണ്ഡലത്തിൽ ഒരു സർക്കാർ സ്കൂളും ബാക്കി 2 സ്വകാര്യ സ്കൂളിലാണ് ഇത് ഉണ്ടായിരുന്നത്. അന്നത്തെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ചേലക്കര ഏറ്റവും കൂടുതൽ ഗവൺമെൻറ് സ്കൂളുള്ള പ്രദേശവും ഗ്രാമീണ പ്രദേശമായതുകൊണ്ട് അവിടെ ഒരു ശ്രദ്ധ വേണം എന്ന് അദ്ദേഹം പറഞ്ഞതപ്പോൾ ആവശ്യപ്പെട്ട പ്രകാരം അന്ന് 5 സ്കൂളിലേക്കാണ് അനുവദിച്ച് തന്നത്. ഇനി നമ്മുടെ മണ്ഡലത്തിൽ ചെറുതുരുത്തി സ്കൂൾ മാത്രമാണ്. അത് ഇപ്പോൾ ഈ കൊല്ലം വീണ്ടും അപേക്ഷ കൊടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട്.